ഹലോ ഗൈസ്, ഇത് ഐഫോൺ 17 പ്രോ ആണ്. ഇതിൽ ഞാൻ ഇന്നിപ്പോൾ കാണിക്കാൻ വരുന്നത് സിഗ്നി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ഒരു മാക്രോ ലെൻസാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഒരു ലോ ബഡ്ജറ്റിലുള്ള ഒരു അടിപൊളി ഒരു മാക്രോ ലെൻസാണ് കേട്ടോ ഇത്. അതായത് ഇത് വളരെ കോമ്പാക്റ്റ് ആണ്. ഇത് പക്ഷേ ക്ലിപ്പ് ഓൺ ടൈപ്പാണ് വരുന്നത്. ഇതിന് ഇനി കേസും കാര്യങ്ങളൊക്കെ ഐഫോൺ 17 പ്രോയ്ക്ക് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇത് 17mm ഫിൽറ്റർ ത്രെഡ് വരുന്ന ഒരു സാധനമാണ്. അപ്പം ഐഫോൺ 16 പ്രോയ്ക്കും 15 പ്രോയ്ക്കും ഒക്കെ ഇതേപോലെ 17mm ഫിൽറ്റർ ത്രെഡ് വരുന്ന കേസുകൾ കിട്ടും. 17 പ്രോയ്ക്ക് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. സോ ഇനി ഇറങ്ങുമ്പോഴത്തേക്ക് അതുപോലത്തെ ഒരു കേസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇപ്പം നിലവിൽ ഇതിൻ്റെ കൂടെ വരുന്നത് ഇതുപോലത്തെ ഒരു ക്ലിപ്പാണ്. ഇങ്ങനത്തെ ഒരു കേസിനകത്താണ് വരുന്നത്. സോ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് 3 ലെൻസിൽ ഏതിൽ വേണോ വെക്കാം. മെയിനായിട്ട് ടെലിഫോട്ടോ ലെൻസിലാണ് ഞാൻ വെച്ചേക്കുന്നത്. ടെലിഫോട്ടോ ലെൻസിൽ ഇതിങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, ഇതിലെടുത്ത റിസൾട്ട്സ് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഫ്ലാഷ് ഇട്ട് എടുത്തതാണ് ഗൈസ്. ഫ്ലാഷും കൂടെ ഇടുമ്പോഴത്തേക്കും നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഇത്രയും മാക്സിമം ക്ലോസിൽ കയറാൻ പറ്റും. പിന്നെ ഇതിന് ഒരു കാര്യം നിങ്ങൾ ഐഫോണിന് എടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്, ഐഫോണിനകത്ത് നമുക്ക് സാംസങ്ങിലുള്ളതുപോലെ ടെലിഫോട്ടോ ലെൻസ് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. മീൻസ് ഓട്ടോമാറ്റിക്കലി ഡിസ്റ്റൻസ് അനുസരിച്ചിട്ട് ഡീഫോൾട്ട് ക്യാമറ ആപ്പിനകത്ത് സ്വിച്ച് ആവും. 4x ഇട്ട് നിങ്ങൾ ക്ലോസ് ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ലെൻസിലോട്ട് സ്വിച്ച് ആവും. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ ആകെ ഉള്ളൊരു വഴി ഒരു തേർഡ് പാർട്ടി ക്യാമറ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനകത്ത് നമുക്ക് പ്രോ മോഡുണ്ട്. പ്രോ മോഡിൽ നമുക്ക് ടെലിഫോട്ടോ ലെൻസൊക്കെ ഇടുമ്പോഴത്തേക്ക് ടെലിഫോട്ടോ ലെൻസിൽ തന്നെ നിൽക്കും. ഓക്കെ, ഇത് അത്യാവശ്യം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ്. നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ഇതാണ്. ലോ ബഡ്ജറ്റാണ്. ആകെപ്പാടെ ഒരു 800 റുപ്പീസ് ആയിട്ടുള്ളൂ. 800 റുപ്പീസിന് ഇത് ആക്ച്വലി നല്ല രസമുണ്ട്. നല്ല റിസൾട്ട്സ് കിട്ടുന്നത്. ഇതൊക്കെ ഫ്ലാഷ് ഇട്ടിട്ടാണ് എടുത്തതാണ്. മാക്രോ എടുക്കാൻ നേരത്ത് ഈ ഫ്ലാഷ് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഈ ടെലിഫോട്ടോ ലെൻസിനകത്ത് നമ്മൾ യൂസ് ചെയ്യാൻ നേരത്ത് ഈ ഒരു അറ്റത്തോട്ടായി പോയ ഫ്ലാഷ് വലിയ പ്രശ്നമില്ല. പക്ഷേ മെയിൻ ലെൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡിലോട്ടിരിക്കുന്ന ഫ്ലാഷ് 17 പ്രോ സീരീസിൽ ഒരു ചെറിയ പ്രശ്നം വരും. മാക്രോ എടുക്കാൻ നേരത്ത് ഒരു പ്രശ്നവുമില്ല, പ്രത്യേകിച്ച് ഈ ടെലിഫോട്ടോ ലെൻസ് വെച്ചിട്ട്. അതല്ല, ഇതൊക്കെ കണ്ടോ. ഇനി ഞാൻ നാളെ കുറച്ചുകൂടെ നല്ല ഡീറ്റെയിൽ ആയിട്ട് വേറെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതേതായാലും കൊള്ളാം ഗൈസ്. ഈ ഒരു ബഡ്ജറ്റിന് ഒരു അടിപൊളി മാക്രോ ലെൻസ്.